ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയം ജേണി. മമ്മൂക്കയും ലാലേട്ടനും വിഗ് അഴിച്ച് പുറത്ത് വന്നുകൂടെ എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. അല്ല, ഇവര് വിഗ് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് എന്താണ് പ്രശ്നം? അത് അവരുടെ രക്ഷതാ വഴിക്ക് വിട്ടാ പോരെ? എന്തൊരു കഷ്ടമാണെന്നാണ് ഞാൻ നോക്കുന്നത്. ഇപ്പൊ അടുത്ത് മറ്റേ നടണ്ടല്ലോ, സത്യത്തിൽ അയാളെ പേരെന്താണ്, എന്റെ പുണ്യത്ര ഏഷ്യ എന്നൊക്കെ പറഞ്ഞ ഒരാളുണ്ടല്ലോ, അത് ആ ഡയലോഗാണ് മെയിൻ. പുള്ളിക്കാരൻ ഇതുപോലെ വന്നിട്ട് വിഗ് അഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാൻ വേണ്ടി കുറെ വന്നു. എന്തിന്റെ കേടാണെന്നാണ്. ഇപ്പോ സംഗീത എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ്, പുള്ളിക്കാരിക്കൊക്കെ എന്താണെന്ന് പുള്ളിക്കാരിക്ക് തന്നെ അറിയുള്ളൂ. നല്ല പ്രായമായില്ല, ഇനിയെങ്കിലും ആ സ്വരൂപത്തിൽ പുറത്തിറങ്ങുന്നതാണ് പറഞ്ഞത്. രണ്ടാളും ആ വിഗ് ഒഴിവാക്കുക. അഡ്വക്കേറ്റ് സംഗീത ട്രോള്, PK ട്രോൾസ്. സാധനം കണ്ടിട്ട് വരാം. ഇത് കണ്ടപ്പോ ചെയ്യണമെന്ന് തോന്നി. ഓരോരോ പ്രാന്തന്മാരെ. ഓക്കെ, റെഡി. അനന്താ അനന്താ ഇങ്ങനെ നോക്കൂത്തിയെ പോലെ ഇവിടെ ഇരുന്നോ. അവിടെ നടക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വക്കീലിന് അറിയോ? കാര്യം എന്താണെന്ന് പറയൂ. കാണണ്ട തന്നെയാ. ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ഈ 20 years later ഈ മമ്മൂട്ടി മോഹൻലാലും ഒന്നും നമ്മളെയാണല്ലോ മച്ചമ്പി. ഈ മമ്മൂട്ടി മോഹൻലാലും ഒന്നും ആ വിഗ് ഊരി വെച്ചിട്ട് അവരായിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ എന്താണ് അവർക്ക് പറ്റാത്തതെന്ന്. എന്തോന്ന് ആ വിഗ് ഊരി വെച്ചിട്ട് അവരായിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ എന്താണ് അവർക്ക് പറ്റാത്തതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതാ നിന്റെ വിഷമം അല്ല പിന്നെ? എനിക്കത് ഇറ്റ് ഈസ് their choice. പക്ഷെ എന്നാലും ഈ കാപ്പട്ടിയും നമ്മളെ കാണിച്ച് നമ്മളെ അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ്? എന്റെ പൊന്നോ, ഈ ക്ലൈമറ്റിൽ കുഴപ്പമാണെന്നറിയില്ല. നീ ഈടെയായിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കുന്നു. അതെയോ, താങ്ക് യു, വെൽക്കം. ഈ 60 years old, മമ്മൂട്ടിക്ക് എത്ര, 74 70? ഈ കാപ്പട്ടിയും നമ്മളെ കാണിച്ച് നമ്മളെ അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ്? എന്തെന്നും അത് ഈ പറയുന്നല്ലോ. അവരായിട്ട് നമുക്ക് കാണാൻ ഇഷ്ടം ഉണ്ടാവില്ലേ? ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഈ കുട്ടിയെ ബിഗ് വെച്ച്, അത് ബിഗും കറുത്ത ബിഗൊക്കെ വെച്ച്, അതിന് നിനക്കെന്താണ് നഷ്ടം? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. വന്ന് എന്തൊരു കാപട്യമാണത്. സംസാരവും അപ്പിയറൻസിൽ പോലും നമ്മളെ കബളിപ്പിക്കുകയല്ലേ ചെയ്യണത്. സത്യമല്ലേ ചേട്ടാ? അല്ലേ? നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. എന്തൊരു കാപട്യമാണത്. സംസാരവും അപ്പിയറൻസിൽ പോലും നമ്മളെ കബളിപ്പിക്കുകയല്ലേ ചെയ്യണത്. ഇറ്റ് ഈസ് their choice. പക്ഷെ എന്നാലും ഈ കാപ്പട്ടിയും നമ്മളെ കാണിച്ച് നമ്മളെ അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ്? ഓ പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർത്തി, കൂൾ ഡൗൺ. നിങ്ങൾ ആരും ചീത്ത വിളിക്കുക, ഇവരെ ഇത് പറയുക ചെയ്യണ്ട. കാരണം ഇവരുടെ ഒരു രീതികളാണത്. അത് ഈ ഓവർ ദി ഇയേഴ്സ് അല്ലേ, നമ്മൾ 20 വർഷം 40 വർഷം മുമ്പേ കണ്ടു തുടങ്ങിയ അതുപോലെ തന്നെ നമ്മൾ ഐ ഡോണ്ട് നോ, എനിക്കത് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഒരാളെ തെറ്റിച്ച് കുടുംബത്തേക്ക് ഒരു സുഖം, തമ്മിലടിപ്പിക്കും ഒരു സുഖം. എന്റെ സ്വഭാവം എനിക്കറിയാല. ഇങ്ങനെ പോയാ ഭ്രാന്താവും. കണ്ടില്ലേ എന്തൊക്കെയോ പറയുന്നു. മറ്റേ എന്തെന്നും അത് ഇവര് പറയുന്നത് വെച്ചില്ലേ. അല്ലെങ്കിൽ ഫിറോസൊക്കെ പറഞ്ഞ പോലെ വേണമെങ്കിൽ നമുക്ക് ഇത് ഇവരെ നമ്മൾ ചീത്ത പറയത്ത് വിളിക്കൊന്നും വേണ്ട, കാരണം ഇത് ഇവരുടെ ഒരു രീതിയാണെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ ഞാൻ ആലോചിക്കണം, എവിടുന്ന് കുറ്റം പറഞ്ഞു വരുന്നതാണ്. വെറുതെ വീട്ടിലിരിക്കുമ്പോൾ, ഒരു പണിയില്ലാണ്ടിരിക്കുമ്പോൾ, ചിലപ്പോൾ ഒരു പക്ഷേ ഫാമിലിയിൽ ആകെ ചൊറി കുത്തിയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നല്ല തെറിയൊക്കെ കിട്ടാൻ ആകെ ഭ്രാന്ത് പിടിച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുമ്പോൾ അത് ഏതെങ്കിലും ആൾക്കാരുടെ തലയ്ക്ക്, അതും സമൂഹത്തിൽ ഉന്നതരായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ആളെ തലയിൽ കൊണ്ടുതന്നെ ഇറക്കും. എന്നിട്ട് ഒരു ഇന്റർവ്യൂ കിട്ടിയൊന്ന് ഫേമസ് ആയി, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ക്യാമറ കൊണ്ട് തോന്നുന്നത് പറയുന്നതാണോ? അത് നിങ്ങൾ എന്നോട് നിന്റെ മുമ്പിൽ ക്യാമറ നീ തോന്നുന്ന പറയില്ല. അതുകൊണ്ട് ആ ചോദ്യം ഞാൻ പിൻവലിച്ചിരിക്കുന്നു. പക്ഷെ ഇത് എന്താണ്? ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് വിഗിട്ട് വന്നു കഴിഞ്ഞാൽ എന്തിന്റെ കേടാണ് ചേച്ചി നിങ്ങൾക്ക്? ഇപ്പൊ ചേച്ചി എന്ന് വിളിച്ചു പറഞ്ഞ വല്ല പ്രശ്നം ഉണ്ടാവുന്ന അറിയില്ല, വേണമെങ്കിൽ ആന്റി എന്ന് പറയാം. എനിവേ, അത് അവരുടെ ചോയ്സ് ആണ് എന്നൊക്കെ പുള്ളിക്കാരിനെ പറയുന്നുണ്ട്. അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ ചോയ്സ് ആണ്. അതെ, അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയ പോരെ. അത് മനസ്സിലാക്കിയിട്ട് മുന്നാണ്ടിരുന്ന പോരെ. അവര് വിഗ് വെട്ട് കാപട്യം കാണിക്കുന്നു, അപ്പിയറൻസിൽ പോലും. അതിന് എന്താണ്? അവര് നടന്മാരാണ്, അവരുടെ പ്രൊഫഷനാണ് അത്. ഇതിപ്പോ അവര് എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല. കാരണം ഒരു തിയേറ്ററിൽ ഒരു സിനിമ വേണമെങ്കിൽ നിങ്ങൾ പോയി കണ്ടാൽ പോരെ. അല്ലെങ്കിൽ എന്നും മമ്മൂക്ക കുളിച്ചൊരുങ്ങി നല്ല സെറ്റപ്പിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് ഈ പറഞ്ഞ പോലെ വിഗ് ഒക്കെ വെച്ച് ലാലേട്ടൻ, അല്ലെങ്കിൽ വേണ്ട മമ്മൂക്ക ഇതൊക്കെ ചെയ്തിട്ട് നേരെ ലാലേട്ടന്റെ അടുത്ത് വന്നു. ലാലെ വന്ന് നമുക്ക് അഡ്വക്കേറ്റ് സംഗീതയുടെ വീട് വരെ ഒന്ന് പോകാനുണ്ട്. എന്നിട്ട് ലാലേട്ടനെ വിളിച്ച് ലാലേട്ടനെ കുളിച്ചൊരുങ്ങി സെറ്റായിട്ട് വിഗൊക്കെ വെച്ചിരുന്നിട്ട് ഇത് വെച്ചിട്ട് ഹരികൃഷ്ണനെ പറഞ്ഞ ആഹാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് സംഗീതത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിന്ന് കൊടുക്കണം.
അതാണോ പരിപാടി? അല്ലല്ലോ. അങ്ങനെ അവർ ചെയ്യുന്നുണ്ടോ? ഇല്ല. നിങ്ങളായിട്ട് ഇവിടെ വീടിന്റെ മുമ്പ് പോയിട്ട് കാണാനും നിൽക്കണ്ട എന്ന് വിചാരിച്ച പോലെ. വേറെ എത്ര ആൾക്കാരുണ്ട് കാണാൻ? നിങ്ങൾ സിനിമ കാണുമ്പോഴാണ് ഇവര് കാപ്പിട്ടിങ് കാണിക്കുന്നവരായിട്ട് മമ്മൂക്കിന്റെ ലാലിന്റെ സിനിമ നിങ്ങൾ കാണണ്ടെന്നേ. ഇത്രയുള്ള വിഷയമുള്ളൂ. വെറുതെ വന്നിരുന്നിട്ട് എന്തൊക്കെയോ പറയാം. ഭയങ്കരമായിട്ടുള്ള അവസ്ഥയാണ്. അതായത് നമുക്ക് മനസ്സിലാവില്ല ഇത്തരത്തിൽ ഇത് പറഞ്ഞ പോലെ ഇത് ഇവരുടെ ഒരു രീതിയാണ്. അത്തരത്തിലൊരു പ്രത്യേക തരം കാറ്റഗറിയിൽ ഇവരെ മാറ്റി വെക്കുക. ഏത് കാറ്റഗറി ആണെന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ തീരുമാനിക്കുക. അങ്ങനെ കാണേണ്ട ആവശ്യമുള്ളൂ. ഞാൻ എന്താന്ന് വെച്ചാലേ ഞാൻ ആ നടന്റെ അവരുടെ പേര് ഞാൻ പറഞ്ഞ പോലെ എന്റെ പുണ്യത്രേഷ്യ എന്ന് മെയിൻ ഡയലോഗ് പറയുന്ന ഒരാളുണ്ടല്ലോ, പുള്ളിക്കാരന്റെ പേര് എനിക്ക് കിട്ടാനായിട്ടാണ്. എനിവേ ഏതാണ് എന്റെ പേര്? ഓക്കെ, പകൽപ്പുരത്തിലൊക്കെ ഉണ്ട്. അപ്പോ അവര് ഇത് പറഞ്ഞപ്പോഴേ എനിക്കിത് റോള് കുറെ ഒന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെ ഒഴിവാക്കി വിട്ടു. പക്ഷെ ഇതിപ്പോ ഇവര് ഈ പറയണത് കേൾക്കുമ്പോ കാപട്യം കാണിച്ചതൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെ പുള്ളിക്കാരുടെ അഭിപ്രായം അങ്ങനെ പറഞ്ഞു പോയതെന്ന് വിചാരിക്കാം. ഇത് കാപട്യം കാണിച്ചു, ഒരു അപ്പിയറൻസ് പോലും നമ്മളെ പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള വളരെ രസകരമായിട്ടുള്ള വല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമന്റിൽ രേഖപ്പെടുത്താം. എനിക്ക് കണ്ടിട്ട് ഇവർക്ക് ഭ്രാന്താണോ? അവര് വെറുതെ ചുമ്മാ ഫേമസ് ആകാൻ വേണ്ടി പറയാണോ? അതോ എന്തെങ്കിലും വല്ല പെരി ന്യൂസ് ആയിട്ട് വന്നിരിക്കണോ? ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും നല്ല രസമുണ്ടല്ലേ? ഇത്